لحضرة سيدنا مصطفى محمد صلى الله عليه وسلم شيخنا إمامنا حسن البصري رضي الله تعالى عنه. اللهم وإلى حضرة شيخنا وسندنا فريد العطار رضي الله عن جميع مشايخنا وأساتذتنا وأستاذ الأساتذة بحر العلوم رضي الله عن شيخنا تقييد محمد الدارمي القادري أستاذنا الشهيد البيك الأستاذ رضي الله عن جميع مشايخنا وأساتذتنا وساداتنا الذين اندفعنا بعلومهم. الفاتحة. മഹാനായ ഇമാം ഹസൻ ബസരി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, വറഅ് 3 മഖാമിലാണ്, 3 സ്ഥാനങ്ങളാണ് വറഇനുള്ളത്. ഖാല ലിൽ വറഇ 3 മഖാമാത്തിൻ. അൽ മഖാമുൽ അവ്വൽ അല്ലാ യതകല്ലമ അൽ അബ്ദു ഇല്ലാ ബിൽ ഹഖ്. സത്യമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ പറയരുത്. സവാഉൻ കാന ബിൽ ഗളബി ഔ ഫിൽ ദിവ. ദേഷ്യമുള്ളപ്പോഴാണെങ്കിലും ശരി, ദേഷ്യം ഇല്ലാത്തപ്പോഴാണെങ്കിലും ശരി, നമുക്ക് ദേഷ്യം വന്ന പിന്നെ എന്തൊക്കെ പറഞ്ഞോളി, അത് പറയരുതെന്നാ. അത് പറയാനെതിരാണ്. നമുക്ക് പിന്നെ ദേഷ്യം വന്നാൽ പിന്നെ നമുക്ക് കൈകാലം കിട്ടുന്നില്ല, അല്ല പിടിച്ചാൽ കിട്ടുന്നില്ല. വണ്ടി ബ്രേക്ക് ഒട്ടി ഒറ്റ പോക്കങ്ങ് പോകും. പിന്നെ പറയുന്നതിനും ചിന്തിക്കുന്നതിനൊക്കെ ഒരു കാര്യമില്ല. അല്ലാഹു കാക്കട്ടെ. അല്ലാ യതകല്ലമ അൽ അബ്ദു ഇല്ലാ ബിൽ ഹഖ് സവാഉൻ കാന ഫിൽ ഗളബി ഔ ഫിൽ ദിളാ. അസാനി 2ാമത്തെ മഖാമ് അയ്യഹ്ഫള അഅ്ദാഅഹു അമ്മാ ലാ യർദല്ലാഹു ബിഹി. അല്ലാഹു തആല തൃപ്തിപ്പെടാത്തതിനെ തൊട്ടെല്ലാം അവയവങ്ങളെ സൂക്ഷിക്കുക. കണ്ണുകൊണ്ട് നല്ലത് കാണണം, കാതുകൊണ്ട് നല്ലത് കേൾക്കണം, അവയവങ്ങൾ കൊണ്ട് നല്ലത് ചെയ്യണം. സക്കനാത്ത് ഹസനാത്ത്, സക്കനാത്ത് ഹറക്കാത്ത്, സക്കനാത്ത് മുഴുക്കയും ചലന നിശ്ചലനങ്ങൾ മുഴുക്കയും അല്ലാഹുവിന്റെ തൃപ്തിയിലാകട്ടെ. അസാലിദു 3ാമത്തത് അല്ലാ യഖ്സിദ ഇല്ലാ ശൈഅൻ ബിറിദല്ലാഹി തആല ബിഹി. അല്ലാഹു തആല അല്ലാത്ത ഒന്നിനെയും അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ട് കരുതാതിരിക്കുക. പിന്നെ അല്ലാഹു തആലനെ മാത്രം കരുതിയാൽ മതി. പിന്നെ നമ്മൾ അള്ളാഹിന്റെ അടുക്കലാകുമ്പോ പിന്നെ അള്ളാഹുവിനെ അറിയാലോ നമ്മളെ കാര്യം. ഇനി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട ഓരോന്നും, ഇല്ലേ? മൻ ശഗലഹു ദിക്രി. എന്റെ ദിക്ർ അവനെ ജോലിയാക്കിയാൽ അവന് ഞാൻ മതിയാകും, അവന് ഞാൻ മതിയാക്കി കൊടുക്കും എന്നൊക്കെ പറയാറില്ലേ, ഹദീസിനകത്തുണ്ടല്ലോ. വഖാല ദർറത്തും മിനൽ വറഅ. സൂക്ഷ്മതയിൽ നിന്ന് ഒരൽപ്പം. ഖൈറും മിൻ മിത്ഖാലിൻ മിനസ് സൗം വസ്സല. കുറേ നിസ്കരിച്ചു കൂട്ടും, കുറേ നോമ്പെടുക്കും, അതിനൊരു കാര്യമൊന്നുമില്ല. ഈമാനോടുകൂടി വറഅോടുകൂടി സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് അല്പമായാലും മതി. അഫ്ളലു ത്വആത്ത്. വഖാല അഫ്ളലു ത്വആത്തി കുല്ലിഹാ അൽ ഫിക്ർ. എല്ലാ ത്വആത്തുകളെ ഏറ്റവും അഫ്ളലായത് ചിന്തയാണ്. അല്ലാഹുവിന്റെ ആലാ നിഅമത്തുകൾ ചിന്തിക്കുക, അവന്റെ ഖുദ്റത്തുകൾ ചിന്തിക്കുക, അവന്റെ അജായിബുകൾ ചിന്തിക്കുക. ഫിക്റു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി സിനീന എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. 60-40 കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ഒരു സഅത്ത് ചിന്തിക്കൽ, റബ്ബിലായി ചിന്തിക്കുക, റബ്ബിന്റെ ആലായിൽ, അവന്റെ അനുഗ്രഹങ്ങളിൽ, അവന്റേതായ സൃഷ്ടിജാലങ്ങളിൽ, അവന്റെ അജായിബുകളിൽ ചിന്തിക്കലും വൽ വറഉ സൂക്ഷ്മതയുമാണ്. വഖാല മഹാനവറുകൾ പറഞ്ഞു, ലൗ അലിംതു അന്ന ലൈസ ഫീ നഫ്സി നിഫാഖുൻ. എന്റെ ഈ നഫ്സിൽ നിഫാഖില്ലായിരുന്നുവെങ്കിൽ ലകാനത്തിൻ നഫ്സു അഹബ്ബ ഇലയ്യ മിൻ ജമീഇൽ അർളി വമാ അലൈഹി. ഭൂമിയും ഭൂമിയുടെ മുകളിലുള്ള ഒന്നിനേക്കാളെല്ലാം എനിക്ക് ഏറ്റവും എന്നിലേക്ക് ഏറ്റവും ഹുബ്ബ് എന്റെ നഫ്സായിരുന്നു. പക്ഷെ എന്റെ നഫ്സ് തെമ്മാടിത്തരം ചെയ്താണ്. നിഫാഖ്. ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജയിലിനെ തെരഞ്ഞെടുക്കുകയാണ്, കാരണം ഈ നഫ്സ് പറ്റില്ല. ഇന്ന നഫ്സല അമ്മാറത്തുൻ, വല്ലാതെ കൽപ്പിച്ചുകൊണ്ടിരിക്കും, ബിസ്സൂ. അപ്പൊ എന്റെ നഫ്സിൽ എനിക്ക് വിശ്വാസമില്ല. എന്റെ നഫ്സിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ എപ്പോഴും നഫ്സിനെ തടയിടണം. മനസ്സിലായില്ലേ? ലൗലൽ അങ്ങനെയല്ലേ നഫ്സ്. അല്ലാ ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസ്സൂ പറഞ്ഞില്ലേ, മുസ്ലിമാവ് പറഞ്ഞില്ലേ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ. വഖാല ഇഖ്തിലാഫുൽ ളാഹിരി വൽ ബാത്തിനി വൽ ലിസാനി വൽ ഖൽബ്. പുറമെ ഒന്നും ഉള്ളു വേറൊന്നും. ബാത്തിനനുസരിച്ച് ലാഹിറാകണം, ഉള്ളനുസരിച്ച് പുറമാകണം, പുറമനുസരിച്ച് ഉള്ളാകണം.
മനസ്സിലായില്ല? കൽബിലുള്ളത് നാവിൽ കൂടി വരണം. ഇത് കൽബിലൊന്നുള്ളതും നാവിൽ വേറൊന്നുമായാൽ അതൊക്കെ നിഫാഖുകളാണ്. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് നാവിൽ കൂടി മറ്റൊന്ന് പറയുക, മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേ മറ്റൊരു ജാട കാണിക്കുക. മനസ്സിൽ അവനോട് ശത്രുതയാണ്, പക്ഷെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചേ കാണിച്ചു കൊടുക്കുക. അതൊക്കെ നിഫാഖാണ്. وقال المؤمن من يكون لينا ساكنا لا يعمل ما يقدر عليه ولا يقول ما يخطر. മുഅ്മിനായ മനുഷ്യൻ മൻ ഒരുവനാണ് യകൂൻ അവൻ എപ്പോഴും ലയ്യിനൻ മൃദു സ്വഭാവമായിരിക്കും, ലോലമായ സ്വഭാവമുടയവൻ, സാക്കിനൻ എന്നെന്നും പൊട്ടിത്തെറിക്കുന്നവനല്ല, സാക്കിനാണ് അച്ചടക്കമുള്ളവനാണ്. ലാ യഅമലു അവൻ പ്രവർത്തിക്കുകയില്ല, ലാ യഖ്ദറു അലൈഹി അല്ലെങ്കിൽ മാ യുഖദ്ദറു അലൈഹി കണക്കാക്കപ്പെടുന്നതിന് മുഴുക്കയും പ്രവർത്തിക്കപ്പെടാൻ അവൻ കണക്കാക്കുന്നതൊക്കെ പ്രവർത്തിക്കണമെന്നില്ല. ലാ യഅമലു നാലായ ഖുദുറ അലൈഹിന്നായിരിക്കണം. ഭാഗ്യം കേട്ടോ. അല്ലാത്ത ആരെടുത്ത് വെക്കില്ല, അവന് കഴിയുന്നതേ അവൻ ചെയ്യാറുള്ളൂ. ലായമല് മാലായ ഖുദുറ അലൈഹി അവന് കഴിവാകാത്ത ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി, പറ്റാത്തത് ചെയ്യാൻ നടക്കണ്ട. നാടന്മാരാ ജീവിക്കണം, മുസ്ലിംമാരാ ജീവിക്കണം. നാടന്മാർ ഔലിയാവാൻ പോകണ്ട, ആലിമീങ്ങൾ ദർശെടുക്കേണ്ട, ആലിമീങ്ങൾ ശൈഖന്മാരാവാൻ നടക്കണ്ട. അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു അലം കേട്ടോ എന്ന് പറഞ്ഞോണ്ട് തോന്നിയാസനുസരിച്ച് നടക്കാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദർസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ദർസ് ഇൽമുകൊണ്ട് ജോലിയല്ലേ ഏറ്റവും അഫ്ദലാണ്. ഇപ്പൊ കണ്ടില്ലേ ഖമറുലുലമ ഇങ്ങനെ ദർസെടുക്കുന്നുണ്ടോ ആ 80ാമത്തെ വയസ്സിൽ. അല്ലാഹു തആല അവിടത്തേക്ക് ഒരുപാട് ആയുസ് കൊടുക്കട്ടെ. കുറച്ചാണ് മാലായ ഖുദൂറുവിന് മുതിരരുത്. നമ്മളെ കൊണ്ട് കഴിവാകുന്ന നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും കഴിവാവില്ലെന്ന് മാറി നിൽക്കുകയും ചെയ്യല്ലോ. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സക്കനാത്ത് ഹസനാത്ത്, സക്കനാത്ത് ഹറക്കാത്ത് മുഴുക്കയും അള്ളാന്റെ തൃപ്തിയിലും പുന്നാരി നബിയുടെ തൃപ്തിയിലും ആയിക്കൊണ്ട് നടക്കുക എന്നേ പറഞ്ഞതിനർത്ഥം. വലാ യഖൂലു മാ യഖ്തുറു തൊള്ളേ തോന്നുന്നതും മനസ്സിൽ ഉദയം ചെയ്യുന്ന മുഴുക്ക പറയാനും നടക്കണ്ട. മനസ്സിലായില്ലേ? കാല ഇനിയും പറഞ്ഞു ലാ ഗീബത്ത ലി സലാസത്തി അശ്ഖാസിൻ 3 വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈബത്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ലി സ്വാഹിബിൽ ഹവ ശരീര ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കുന്നവനോട് കാര്യങ്ങൾ പറയാ, അവനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നതുകൊണ്ട് അവന് നന്മ വേണം, അല്ലെങ്കിൽ പറഞ്ഞാൽ നടക്കണ്ട. നമ്മൾ ശരിച്ച വരിൽ ഫാസിഖി തെമ്മാടിയോടും വൽ ഇമാമിൽ ദാലിം അക്രമിയായ ഭരണകർത്താവിനോടും കാര്യങ്ങൾ പറയാം. അയാളെ പറ്റിയിട്ട് നമ്മൾ ഈബത്ത് പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതിനെ പറ്റി ഈബത്തെന്ന് പറയില്ല. അപ്പൊ അതിന് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കുക ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അതെല്ലാം നമ്മൾ തേജോവധം ചെയ്യാനല്ല, അയാൾ നന്നായി വരട്ടെ എന്ന ചിന്ത നമ്മളെ കൽബിൽ വേണം. അതോട് പറയാൻ കേട്ടോ. അല്ലാഹ് വഖാല മിസ്കീനുൻ ഇബ്നു ആദം ആദം പുത്രൻ എപ്പോഴും മിസ്കീൻ തന്നെയാണ്. റളിയബിദാരിൻ ഹലാലുഹാ ഹിസാബുൻ ഹറാമുഹാ അദാബുൻ ഒരു ദുനിയാവ് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക. അതിന്റെ ഹലാലാണെങ്കിൽ അതിനെപ്പറ്റി നാളെ ചോദ്യം ചെയ്യും. ഹിസാബുണ്ട് നാളെ. ഹറാമാണെങ്കിൽ അദാബുണ്ട്. അപ്പൊ നമ്മളെ കാര്യം നമ്മൾ ആകപ്പാട് മിസ്കീൻ തന്നെയാണ്. മാഷാ അല്ലാഹ്. വഖാല നഫ്സു ബിൻ ആദം ലാ തുഫാരിഖു ദുനിയ ഇല്ലാ ബി സലാത്തി ഹസറാത്തിൻ. എന്താ 3 കാര്യങ്ങൾ അല്ലേ? 3 കാര്യങ്ങൾ മനുഷ്യനുള്ളതെന്നൊക്കെ ആൾക്കാർ പറയാറില്ല. ഇട്ടതും തിന്നതും നാളെ ഇടുവോ നാളത്തില്ലോ അത് പിന്നെ നമുക്ക് പറയാം. 3 കാര്യങ്ങൾ കൊണ്ട് ഖേദമാകൽ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ഇവിടുന്ന് വിട്ടുപിരിയില്ല. പഠിച്ചവനെ തിന്നുപോയല്ലോന്ന്, പഠിച്ചവനെ ആവശ്യമില്ലാത്ത പറഞ്ഞു പോയല്ലോ. മനസ്സിലായല്ലോ? നഫ്സുബിന് ആദം മനുഷ്യ ശരീരം ലാ തുഫാരിഖു ദുനിയ ദുനിയാവിനെ അത് വിട്ടുപിരിയുകയില്ല ഇല്ലാ ബി സലാത്തി ഹസറാത്ത്
3 ഖേദങ്ങൾ കൊണ്ടല്ല. ഒന്ന് അല്ല പോലും മാശബിയം ഇമ്മ ജമാ, കിട്ടിയത് മുഴുക്ക വയറ് അടിച്ച് നടച്ചോന്ന് കടന്നുറങ്ങി, വിവാഹത്ത് ചെയ്തില്ല, ഖേദമായിപ്പോയി. വസാനിയത്ത് മാ ഹസ്വലത്ത് ലഹു ആമാലു, അവൻ കൊതിച്ചതൊക്കെ അവൻ ഹാസിലാക്കി കിട്ടി. കൊതിച്ചതല്ല, മാ ഹസ്വലത്ത് ലഹു ആമാലു, എന്താ ഹാസിലാക്കി കൊടുത്തു. അവന്റെ കൊതികളെല്ലാം അവൻ ഹാസിലാക്കി കൊടുത്തു. അല്ലാ ആവശ്യമുള്ളതൊക്കെ നീ തന്നു, പക്ഷെ നിനക്ക് വിവാഹം തീർക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഖേദം. അസാലിത്ത് മാ ഹസ്വല സാധൻ, ഒന്നും ഒരുക്ക് സാധനം ഒന്നും തയ്യാറാക്കിയില്ലല്ലോ അല്ലോ, വീടാത്ത അതാ യാത്ര പോകേണ്ടുള്ള തന്നെ. അപ്പൊ ബൈനേത ഈ മസാഫത്തും വഴിയിലോ എന്ന് വിദൂരമായ യാത്രയാണ് മുന്നോട്ട്, അതിനൊന്നും തയ്യാറാക്കിയില്ലല്ലോ അല്ലോ എന്നൊരു ഖേദം. ഇങ്ങനെ 3 കാര്യത്തിൽ ഭയങ്കര ഖേദമായിരിക്കും മനുഷ്യന്മാർ.